ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ എൻ്റെ ചാനലിൽ എന്താ പറയാൻ പോകുന്നത് വെച്ചാൽ എൻ്റെ ലൈഫിൽ ഒരു അൺഎക്സ്പെക്റ്റഡ് ഒരു ലൈഫ് ചേഞ്ചിങ് മൊമെൻറ്റ് എന്ന് പറയാം. എന്താണെന്ന് വെച്ചാൽ എൻ്റെ യൂട്യൂബ് ചാനൽ മോണിറ്റൈസേഷൻ ആയ കാര്യങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത്. ആക്ച്വലി എനിക്ക് യൂട്യൂബ് ചാനൽ ഇല്ലായിരുന്നു. എൻ്റെ വീട്ടിൽ എൻ്റെ സിസ്റ്റേഴ്സിന് മാത്രമേ യൂട്യൂബ് ചാനൽസ് ഉള്ളായിരുന്നു. അപ്പോൾ അവരുടെ ചാനൽ ഓരോ വീഡിയോസൊക്കെ ചെയ്യുമ്പോൾ ഞാൻ അവരെ പ്രൊമോട്ട് ചെയ്യുമായിരുന്നു ചെയ്യാറ്. അപ്പോൾ ഞാൻ അപ്പോഴും ഒരിക്കൽ പോലും ഞാൻ എൻ്റെ ഒരു ചാനലിനെ പറ്റി ഞാൻ ചിന്തിച്ചിട്ടില്ല. പിന്നെ എനിക്ക് ഇവരൊക്കെ ചെയ്യുന്ന ഇങ്ങനെ കണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട്, പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം പേളിമാണിയുടെ യൂട്യൂബ് ചാനൽ കാണുന്നതാണ്. അതൊക്കെ കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് എനിക്കിങ്ങനെ ഒരു സിംഗിൾ മോം ഒരു കൺസെപ്റ്റിൽ ഒരു ചാനൽ തുടങ്ങിയാൽ കൊള്ളാവുന്നുണ്ട്. പക്ഷേ എങ്കിൽ എൻ്റെ കുഞ്ഞുങ്ങൾ കൂടെ ഇല്ലാത്തത് കൊണ്ട് എനിക്ക് അങ്ങനെ വലിയ കണ്ടൻസ് ഒന്നും കാണും, എന്താകും, എന്ത് ചെയ്യും എന്നൊക്കെയുള്ള ഒരു കൺഫ്യൂഷനിലായിരുന്നു ഞാൻ. അങ്ങനെ പതിയെ പതിയെ ഞാൻ എൻ്റെ ചാനലിൽ എൻ്റെ കുഞ്ഞുങ്ങളുടെ വീഡിയോസൊക്കെ ആഡ് ആക്കാൻ തുടങ്ങി. അതിന് കുഴപ്പമില്ലായിരുന്നു. അത് കഴിഞ്ഞ് ഞാനിങ്ങനെ വല്ലപ്പോഴും ഒക്കെ എന്തെങ്കിലും ഒരു വീഡിയോസൊക്കെ ഇടുകയായിരുന്നു ചെയ്തിരുന്നത്. അങ്ങനെ എനിക്ക് ഒരു എമർജൻസി ഒരു 10 days ലീവിലേക്ക് നാട്ടിൽ പോകേണ്ടി വന്നു. അപ്പോൾ എൻ്റെ അനിയത്തിമാർ ഇതുപോലെ വീഡിയോസൊക്കെ ചെയ്യുന്ന കണ്ടപ്പോൾ തന്നെ എനിക്ക് ഒരു ക്യൂരിയോസിറ്റി ഒക്കെ തോന്നി. അങ്ങനെ ഞാനൊരു സെൽഫ് ഇൻട്രോ വീഡിയോ ചെയ്തു. സെൽഫ് ഇൻട്രോ വീഡിയോ ചെയ്തപ്പോഴത്തേക്കിന് എന്നോട് കുറേ പേര് കമൻസിലൊക്കെ വന്ന് ചോദിച്ചു, എന്താണ് ഫാമിലി മാറ്റേഴ്സൊക്കെ എന്താ പറ്റിയത്, എങ്ങനെയാണ് സിംഗിൾ മോം എന്താണ് ഇത്, അങ്ങനെയൊക്കെ ചോദിച്ചപ്പോഴത്തേക്കിന് ഞാൻ എൻ്റെ ഫാമിലി റിലേറ്റഡ് കാര്യങ്ങൾ സംസാരിച്ചപ്പോഴത്തേക്കിന് എനിക്ക് ഒരു വീഡിയോയ്ക്ക് ഒരു 60,000 പേര് കണ്ടു ആ വീഡിയോ. എൻ്റെ വീഡിയോ വൈറലായി. അങ്ങനെ ഒരു 4 ദിവസത്തിനുള്ളിൽ എൻ്റെ വീഡിയോ അത്യാവശ്യം ഒരു 60,000 മുകളിൽ റീച്ച് പോയി. ഒരു 3-4 പേര് അത് റിയാക്ഷൻ വീഡിയോ ആയിട്ട് ചെയ്തു എൻ്റെ വീഡിയോ. അങ്ങനെ എൻ്റെ ചാനലിൻ്റെ മോണിറ്റൈസേഷൻ സ്റ്റാറ്റസുകൾ കാണിക്കാൻ തുടങ്ങി. എനിക്ക് യൂട്യൂബിൽ നിന്ന് ഇമെയിൽ വന്നു, റിസീവ് ചെയ്തു. യൂട്യൂബ് പാർട്ട്ണറാന്ന് പറഞ്ഞ് എനിക്ക് മെയിൽസ് വന്നു. അത് കഴിഞ്ഞ് എൻ്റെ മോണിറ്റൈസേഷൻ പ്രോസസ്സിന് വേണ്ടി ഞാൻ അഡ്സെൻസ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തു. അങ്ങനെ എനിക്ക് എൻ്റെ മോണിറ്റൈസേഷൻ കംപ്ലീറ്റ് ആയി. അപ്പം ശരിക്കും പറഞ്ഞാൽ ഞാൻ ഒരിക്കൽ പോലും സങ്കല്പിക്കാത്ത ഒരു കാര്യമായിരുന്നു ഇത്. എന്നെ സപ്പോർട്ട് ചെയ്ത എൻ്റെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും എനിക്ക് ഒരുപാട് നന്ദിയുണ്ട്. എല്ലാവരോടും ഞാൻ കടപ്പെട്ടിരിക്കുന്നു. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഒത്തിരി സന്തോഷമുണ്ട് എനിക്ക് ഈ ഒരു വിവരം നിങ്ങളെ അറിയിക്കാനായിട്ട്. എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഇതുവരെ എൻ്റെ ചാനൽസൊക്കെ കണ്ട് എനിക്ക് കമൻസിലൊക്കെ നല്ല നല്ല സമാധാന വാക്കുകൾ പറഞ്ഞു തന്ന ഒരുപാട് പേർക്ക് ഒരുപാട് നന്ദിയുണ്ട്. ഇനിയും ഞങ്ങളുടെ വീഡിയോസ് ഇതുപോലെ കാണണം. സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. എല്ലാവരുടെയും കമൻറ്റ് ഞാൻ വായിക്കുന്നുണ്ട്. എല്ലാവരുടെയും കമൻറ്റ് ഞാൻ വായിക്കാതെ പോകുന്നില്ല. എനിക്ക് സന്തോഷം തോന്നാറുണ്ട്. നെഗറ്റീവ് ഇടുന്നവരോടും എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ, പോസിറ്റീവ് ഇടുന്നവരോടും എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ. മോണിറ്റൈസേഷൻ ആകുക എന്ന് പറഞ്ഞാൽ അത്ര വലിയ എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. ഏകദേശം ഒരു 4000 വാച്ചിങ് ഹവേഴ്സും 1K സബ്സ്ക്രൈബേഴ്സുമാണ് വേണ്ടത്. എൻ്റെ ആ ഒരു വീഡിയോയിൽ തുടർച്ചയുള്ള വീഡിയോസിലായിട്ട് എനിക്ക് അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി, അൽഹംദുലില്ലാ. അപ്പോൾ ഈ വിവരം ഞാൻ നിങ്ങളെ എല്ലാവരെയും അറിയിക്കാനായിട്ട് ആഗ്രഹിച്ചിരുന്നു. എൻ്റെ മോണിറ്റൈസേഷൻ കംപ്ലീറ്റ് ആയതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങളെ അറിയിക്കാനായിട്ട് അതിയായിട്ട് ആഗ്രഹിച്ചിരുന്നു. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോസൊക്കെ കാണണം, എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം. അപ്പം എൻ്റെ വീഡിയോ കണ്ടതിൽ എല്ലാവർക്കും ഒരുപാട് നന്ദി. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ, ബൈ.